ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാട്ടോ. സ്പെഷ്യലൊന്നുമല്ല, ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതങ്ങ് ഇടുക കേട്ടോ. അപ്പം എന്നിട്ടത് ചൂടായി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് ചിക്കൻ ഞുറുക്കിയതങ്ങ് ഇടുക കേട്ടോ, ആവശ്യത്തിന്. അപ്പോൾ ഇത് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചിയിൽ ഈ നമ്മുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കാനാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ മസാലയൊന്നും ഇട്ടില്ലെങ്കിൽ നല്ല കറിക്ക് നല്ല ഫ്ലേവറും രുചിയും ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ചുമ്മാ വെളുത്തുള്ളി ഒത്തിരി കറിക്കകത്ത് അരിഞ്ഞിട്ടുണ്ടല്ല കാര്യം, ആദ്യം എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്താലാണ് ഇത് നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഈ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അത് പതുക്കെ അവിടെ ഇരുന്നങ്ങ് മൂത്തോട്ടെ. അപ്പോൾ ആ കഷ്ണമൊന്നും അലുത്ത് പോകത്തുമില്ല കേട്ടോ. ഇച്ചിരി എണ്ണ ഒഴിച്ചങ്ങ് കൂട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളേ. അത് കഴിഞ്ഞ് പിന്നെ കറി വയ്ക്കുന്ന പാത്രത്തിൽ ഇത്തിരി എണ്ണ ചൂടായി നമ്മളതിൻ്റെ അകത്തോട്ട് സാധാരണ വഴറ്റിയെടുക്കുന്ന തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി കുരുകുരാന്നരിഞ്ഞ മല്ലി ഇല ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വഴറ്റി അത്യാവശ്യം ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തോട്ടൊരു ചെറിയ തക്കാളിയും കൂടെ ഞാനങ്ങ് അരിഞ്ഞിട്ടു കേട്ടോ. അപ്പം ഒത്തിരി വലുപ്പമല്ല, ഇത്തിരി മീഡിയം ഇല്ലല്ല. അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞപ്പം പൊടികളിട്ടു. സാധാ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പൊടിയാണ് അതൊക്കെ ഇടാം കേട്ടോ. ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി കേട്ടോ, അത്രേ ഇട്ടുള്ളൂ. അതൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മളെ ഒരു 2 കിലോ കപ്പ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 2 നേരമായിട്ട് വേവിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് രണ്ടാമതും ചൂടാക്കി കഴിക്കേണ്ടി വരുവേ. അപ്പോൾ അന്നേരം ഓർത്തെന്നാൽ 2ാം ട്രിപ്പ് വെച്ചപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആ പരിപാടിയില്ല. കപ്പ നന്നായിട്ട് വെന്തു കേട്ടോ. നമുക്കതങ്ങ് ഊറ്റി മാറ്റി വയ്ക്കാവേ. എന്നിട്ടത് കടുക് പൊട്ടിക്കാനുള്ളതല്ലേ. ചൂടായ എണ്ണയിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊച്ചുള്ളി ഇടണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി വറ്റൽമുളക്, ഇച്ചിരി പച്ചമുളക്, പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇത്തിരി മതി കേട്ടോ. പിന്നെ ഒരു 2 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ മൂപ്പിച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇടണം കേട്ടോ. ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമ്മൾ കപ്പ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ.
നന്നായിട്ട് നന്നായിട്ട് വെന്ത കപ്പയായിരിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഉപ്പൊക്കെ ആവശ്യമിടുക. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു ഷാപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുപയോഗിക്കുന്നത് ബീറൂട്ടിയാണ് ഇടിച്ചിരിച്ച് പണ്ട്, ഇപ്പോഴെങ്ങനെ നടത്തില്ല കേട്ടോ. അപ്പം ഈ സ്മാഷർ വെച്ച് ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്ത് ഇത് അങ്ങ് ഉടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങാപ്പാലും ചേർത്ത് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം അതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അന്നത്തേനും നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ്റെ അകത്തും ഡയറക്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ വേവിക്കുകയില്ല കേട്ടോ, അല്ലാതെ ലാസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുകയല്ല ഇത്. അതുകൊണ്ട് ഇത് റെഡിയായി. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ഈ കപ്പയും ചിക്കനും. പട്ട് പുറത്തോട്ടോ, അവള് മാങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ അടിപൊളി പാൽക്കപ്പ ചിക്കൻ കറി റെഡിയായി കേട്ടോ. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും സമയമുള്ള പോലെയൊക്കെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ശരിക്കും എല്ലാവരും ഉള്ളപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.